കോഴിക്കോട് എലത്തൂരിൽ HPCL ഡിപ്പോയിലുണ്ടായത് ഗുരുതര വീഴ്ചയെന്നും സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. ജലാശയങ്ങൾ നാളെ മുതൽ ശുദ്ധീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റ് മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ. റവന്യൂ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും റിപ്പോർട്ടിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന കണ്ടെത്തൽ. 1500 ലിറ്റർ ഇന്ധനം പുറത്തേക്കൊഴുകിയ ശേഷമാണ് HPCL അധികൃതർ സംഭവം അറിഞ്ഞത്. വിഷയത്തിൽ ഫാക്ടറി നിയമം അനുസരിച്ച് കേസെടുത്തിട്ടുണ്ടെന്നും മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ അനുസരിച്ചും പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരവും കേസെടുക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. ടാങ്കിൽ ഇന്ധനം നിറഞ്ഞതിൻ്റെ ഭാഗമായി അത് മനസ്സിലാക്കാതെ പുറത്തേക്ക് ഒഴുകിയത് കൊണ്ടാണ്, ചോർച്ച കൊണ്ടല്ല എന്നാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അങ്ങനെ തന്നെയാണോ ഉണ്ടായത്, അല്ല ചോർച്ചയുണ്ടോ? അത് നമുക്ക് ഉറപ്പ് വരുത്തണം. അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നിലവാരത്തിൽ തന്നെയും ഗവൺമെൻറ് നിലവാരത്തിൽ തന്നെയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നാണ് ഇപ്പോൾ നടന്ന ചർച്ചയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള നിഗമനം. മുംബൈയിൽ നിന്ന് പ്രത്യേക രാസപദാർത്ഥം എത്തിച്ച് ശുചീകരണം നടത്തും. ചോർച്ച തന്നെയാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തും. ഇന്നും ചെറിയ രീതിയിൽ ചോർച്ച കണ്ടത് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. ഈ പ്രയാസങ്ങളൊന്നും തന്നെ കമ്പനി അർഹിക്കുന്ന രീതിയിലുള്ളൊരു പരിഗണന കമ്പനി കൊടുക്കാതെ നിസ്സാരപരമായി കമ്പനി കാണുന്നതുകൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കുകയാണ്. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ സർവേ നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 3:30-ക്കാണ് HPCL പ്ലാന്റിൽ നിന്ന് വൻതോതിൽ ഇന്ധനം പുറത്തേക്കൊഴുകിയത്. 24 കോഴിക്കോട്.